എല്ലാവർക്കും നമ്മുടെ പുത്തിരിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഏകദേശം ഒരാഴ്ചയല്ലാത്തത് ഇവിടെ വന്നിട്ട് ആയോ എന്നാ വന്നേ? ഒരാഴ്ച ആറായിട്ടോ. അപ്പൊ എന്താ ഞങ്ങൾ തിരിച്ചു പോവാണ്. ആദ്യം കൂടെ സ്കൂളിൽ പോയി, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മയൊക്കെ തന്ന് ആദ്യം സ്കൂൾ ഡേ 2. അപ്പൊ ഞങ്ങളതുകൊണ്ട് ഇറങ്ങുവാണ്. അവനില്ലാതെ പോകുന്നതിന്റെ ഒരു സങ്കടമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി അവനെ കാണാതെ എങ്ങനെയാ പോണേന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഒരു ദിവസം കൂടെ പിന്നെ നമ്മൾ എന്തായാലും ഇറങ്ങാണ്. വെയിലൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ സ്വെറ്ററൊക്കെ ഇടിച്ച് അവളെ, കാരണം ഇടയ്ക്കിടയ്ക്ക് മൂടുന്നുണ്ട്. ബൈക്കിന് പോകുമ്പോൾ കാറ്റടിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതിലേ ഉണ്ട് കേട്ടോ. അന്നക്കുട്ടിയും ഇതിലേ ഉണ്ട്. അപ്പം എന്തായാലും കാണിക്കാം. എന്തായാലും കൂടെ വന്നപ്പം ഈ ബാഗ് ഇതായിരുന്നെങ്കിലും ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നില്ല. ഇവളൊന്ന് പിടിച്ചാത്ത ഒരു സെക്കൻഡ്. ആ ബോളിൻ്റെ പുറകെ പോവാ. ഇത്ര വെയിറ്റ് ഇല്ലായിരുന്നു. അപ്പം ഇവിടുന്ന് എന്താ ഏത്തക്ക, ചക്കക്കുരു, ഇന്ന് വേണ്ട സർവത്രാദി സാധനങ്ങൾ ഞാൻ കുത്തി ചേർക്കുന്നുണ്ട്. എങ്ങനെ കൊണ്ടുപോകുന്ന അറിയത്തില്ല കേട്ടോ. കാറൊക്കെ നമ്മൾ പുഷ്പം പോലെ മാറി വിതയ്ക്കൊണ്ട് പോയില്ലേ. അപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ പോകണം അല്ലേ. പല്ലിൻ്റെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് നമ്മളിനി അതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയുണ്ടെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ ഇറങ്ങാണ്. അത്രേ ഉള്ളൂ അല്ലേ. ആമേ ആവശ്യത്തില്ല. ആദ്യകൂട്ടൻ അന്നെ വരുന്നോടാ. ആദ്യകൂട്ടൻ നാളെ പോവുകയല്ലേ. അന്നെ കൊച്ചു വരുന്നുണ്ടോ? ഷോയോ? കളിക്കാൻ ആളൊക്കെ ഉണ്ട്. അതെ, നിങ്ങളും വാ. അതേടെ ഇന്റർനാഷണൽ സാധനം. അന്നെ വരുന്നോ? നമുക്കിപ്പാ അന്നെ വരുന്നോപ്പാ. അന്നെ പൊന്നു വരുന്നോ? ഇവക്ക് ഞാൻ എന്നാ ഉണ്ടാക്കിക്കോട്ടെ. അവള് ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ വന്ന് കേറിയപ്പോഴത്തേനാണ് മഴ പെയ്തു തുടങ്ങി കേട്ടോ. അവിടെ നല്ല മൂഡിലായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോ അവിടെ മഴ തുടങ്ങിന്ന് പറഞ്ഞാല് ചെറുതായിട്ട് മൂടി നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ തന്നെ അവരെടുത്ത് പറഞ്ഞു, അമ്മയും ചേട്ടൻ പറഞ്ഞു മഴ പെയ്യുമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. ഈ മഴ അല്ല, ഈ മൂഡിൽ മഴ പെയ്യാൻ വേണ്ടി ആയിരിക്കും പറഞ്ഞു. ആ കൊള്ളാലോ, ആദ്യക്കുണ്ടപ്പോൾ തന്നെയാണല്ലോ. അപ്പം നമ്മളിങ്ങോട്ട് പോന്ന് കഴിഞ്ഞ് വിളിച്ചു കേട്ടോ. കുറെ പ്രാവശ്യം അവര് വിളിച്ചു. രണ്ടും എന്റെ ഫോണിലും മകളുടെ ഫോണിലും മാറി മാറി വിളിച്ചു. ചേട്ടായി മമ്മിയും വിളിച്ചു. മഴ പെയ്തെന്നറിയാം. കാരണം ഞങ്ങൾ ഒരാഴ്ച ഇതുപോലെ മാമോദിസ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന മഴയായിരുന്നു. നമ്മളോട് കയറിയിരുന്നു. ചേട്ടായി ചോദിച്ചാൽ കൊണ്ടുവിടാൻ വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞു. പിന്നെ കുറെ ദൂരം വന്നു. അന്ന് ഭയങ്കര കാറ്റും മഴയായിരുന്നു കേട്ടോ. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് ഇടി ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം പോന്നായിരുന്നു. അത്യാവശ്യം എവിടെ എത്താറായിരുന്നല്ലേ, ഒരു അരമണിക്കൂറുടെ ഞങ്ങൾ ഓട്ടോയ്ക്കാണ് വന്നത്. ഇന്നലെ ഇതുപോലെ തന്നെ വിളിച്ചു ചോദിച്ചു. പക്ഷെ നമ്മള് അറിഞ്ഞില്ല. നമ്മളിവിടെ കറക്റ്റ് ഇവിടെ വന്ന് കയറിയപ്പോഴത്തേനുമാണ് മഴ തൂളി തുടങ്ങി. വലിയ മഴയില്ലായിരുന്നു, പക്ഷെ തൂളി തുടങ്ങി. പക്ഷെ നമ്മൾ കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് കയറി നിൽക്കേണ്ട വന്നെ എവിടെയാലും മഴ. ആ മഴയാണെങ്കിൽ പോലും എന്താണേലും ഇവള് ഉറങ്ങുമായിരുന്നു. ഇവളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബൈക്കിനൊക്കെ ആണെങ്കിൽ ഇവള് കയറി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആൾ ഉറങ്ങിപ്പോകും കേട്ടോ. ആ ഒരു കുലുക്ക നമ്മുടെ ഹൈ റേഞ്ചിന്റെ റോഡിന്റെ ഒരു ഗുണം കൊണ്ട് അത്ര ഒരു ഭാരമുണ്ട്. അതായത് ആ ഒരു കുലുക്ക, ആ ഒരു താളമൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് നല്ല ഉറക്കം വരും. അവള് നമ്മൾ ചാരി കിടന്നു ഉറങ്ങിക്കഴിയും. ഉറങ്ങിയില്ലെങ്കിൽ അവളിങ്ങനെ തലയൊന്നും മൂടിയിടാൻ സമ്മതിക്കില്ല കേട്ടോ. ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പൊതിഞ്ഞ് ഞാൻ മൂക്ക് മാത്രം കുറച്ചൊക്കെ പുറത്തോട്ട് ഇടും. ചിലപ്പോൾ അതുപോലെ ഇടില്ല. അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൊക്കി നോക്കും കേട്ടോ. അങ്ങനെയൊക്കെ പൊതിഞ്ഞ് പിടിച്ചോണ്ടാണ് വന്നത്. അവൾ ഉറങ്ങി. പിന്നെ ഇവിടെ വന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴാണ്, വണ്ടി നിർത്തി ഇറങ്ങാൻ നേരത്താണ് ആശാത്തി എഴുന്നേറ്റ് കേട്ടോ. അതുകൊണ്ട് അവളെ കൊണ്ട് വിട്ടി. യാത്രയൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. ഉറങ്ങിയില്ലെങ്കിൽ അവള് ഇടയ്ക്ക് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിർത്തേണ്ടി വരും. കാരണം അവൾ ഇറിറ്റേറ്റഡ് ആവും.
പിന്നെ കുഞ്ഞു പെണ്ണിന് ഈ ആഴ്ച വാക്സിൻ ഉണ്ട്, വാക്സിനേഷൻ. 9 മാസത്തെ വാക്സിനേഷൻ ഉണ്ട്. 9 മാസം കഴിഞ്ഞു നമ്മള്. അപ്പൊ മഴയുടെ കണ്ടീഷൻ ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര മഴയായിരുന്നു. വന്നിട്ട് 4 മണിയായപ്പോ ഞാൻ ന്യൂസ് നോക്കി. അപ്പൊ എല്ലാരും കമന്റ് ചെയ്തേക്കുന്നു, ഇവിടെ മഴ, ഇവിടെ മഴ, ഇടുക്കിയിൽ ഇന്നത്തെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്കും ഭയങ്കര മഴയില്ല, ചെറിയതായിട്ട് തൂടല് മാത്രമേ ഉള്ളൂ അല്ലേ. ആദ്യ കൂടെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. മഴ ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ വാക്സിൻ, നാളെ ഇന്നല്ലേ ബുധനാഴ്ച, ഇനിയിപ്പോ അടുത്ത ആഴ്ച നടക്കുന്നത്. ഞാൻ ഇന്ന് ചൊവ്വ ഞാൻ ഓർത്തോണ്ടിരുന്നേ. അപ്പോഴാ ഓർത്ത്, അയ്യോ ഇന്നലെ നമ്മള് വന്ന വഴിക്ക് മറ്റേ അന്തോണി സുന്നാളന്റെ അവിടെ പെരുന്നാളുണ്ടായിരുന്നല്ലോ, അതിപ്പോ ചൊവ്വാഴ്ചയാണല്ലോ, അപ്പൊ ഇന്ന് ബുധനാഴ്ചയല്ലേ. അയ്യോ സോറി, അടുത്ത ആഴ്ച നടക്കും കേട്ടോ. കുഴപ്പമില്ല, അവള് പനിയൊക്കെ കഴിഞ്ഞ് നോക്കിയേ വരുന്നല്ലേ ഉള്ളൂ. ഇനി അതെടുത്ത് കഴിയുമ്പോ അടുത്ത പനി വരുമോ എന്നുള്ള കാര്യം അറിയില്ല. കാലാവസ്ഥയുടെയാണ് ആവക്കുട്ടിയുടെ ചിരിയെ കുറിച്ച് എല്ലാരും പറയാറുണ്ട്. ഇങ്ങോട്ട് നോക്കിയിട്ട് നല്ലോണം ചിരിച്ചാഞ്ച്. മാല തിന്നാതെ അഴുക്കല്ല അത്, എന്നാ പണിയാണോ ഈ കുഞ്ഞുമൊട്ട കാണിക്കുന്നത്. നോക്കിക്ക് ആന്റിമാരൊക്കെ എത്ര പേരാ കൊച്ചിനെ നോക്കിയിരിക്കുന്നത്. അവിടെ നോക്കിയാവൂ, അവിടെ അവിടെ അവിടെ. അയ്യേ എല്ലാരും കണ്ടേ, ആവക്കുട്ടി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന എല്ലാരും കണ്ടേ, എല്ലാരും കണ്ടേ. അതെ, നമ്മൾ തിരിച്ച് നമ്മൾ ഇന്നലെ എത്തി. നമുക്ക് കുറേ പരിപാടികളുണ്ടായിരുന്നു. ഏകദേശം ഒരാഴ്ച എടുത്തതുകൊണ്ട് വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കി ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പൊടിയുടെ ഒക്കെ ഒരു സ്മെല്ലും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഉപയോഗിക്കാതെ കിടക്കുന്നത്. അതെ, അപ്പൊ പിന്നെ എനിക്ക് എന്റെ പല്ലിന്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പോകണമെന്നുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു നമ്മള്. എന്തോ 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 കുഞ്ഞിപ്പെണ്ണ അവിടെ നോച്ചടി പറഞ്ഞേ. ആദ്യകൂട്ടം പറയൂലോ, എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്ന പോലെ കൊച്ചു പറഞ്ഞു. ടാറ്റ, ബൈ ബൈ, സീ യു അല്ലേ. അപ്പൊ ബാക്കി നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ബൈ ബൈ.